الصمد الجبار الحمد لله الأحد الغفار الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار حسبنا الله حسبنا الله حسبنا الله ونعم الوكيل نعم المولى ونعم النصير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية صدق الله المولان الذي جل عظيم رجل على الله يوم القيامة وأخبثه رجل تسمى ملك الأملاك كما قال سفيئنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه أجمعين يا زينة الكون لجبني رافضا يا بهجة الدارين كلي ناصرا يا خير الياسين كلي وافرا جبلي جدودك أرمني برضاك يا سيدي مدد سندي ويا عوددي مؤيدي مجدي يا مدين لا سببي سيدي سببي عبدي بلا هدبي كن آخذا بيدي خاجا معين الدين كن آخذا بيدي خاجا معين الدين كن آخذا بيدي خاجا معين الدين لخمسة وتفي بها حرم بضائحتها المصطفى والمرتضى وابناهما والفاطمة روحنا من بني سنين الكون راغلين
ചൊരിഞ്ഞവരെ മക്കാമണ്ണിലോഹിച്ചോമി മക്കൾക്കാമേ നീലാവോ ചൊരിഞ്ഞവരെ സ്നേഹ സമ്മാനം സ്വർഗബന്ധാവും കാട്ടിയോരേ സ്നേഹത്തിൻ കാതലേ ഏറ്റവും സ്നേഹ ബഹുമാന ആദരവും നിറഞ്ഞ ഈ സദസ്സിന്റെ അധ്യക്ഷൻ ബഹുമാനമായ സുബദ്ധജമായത്തിന്റെ പ്രവർത്തകൻ സലീം ഫൈസി ഉസ്താദ് പറഞ്ഞു. ഈ സദസ്സിന്റെ പ്രാർത്ഥനയും ഉദ്ഘാടനവും പ്രഭാഷണവും ഉപദേശവും നിർദ്ദേശവും ഒക്കെ സമർപ്പിച്ച അതിന് ഏറ്റവും അപകടപ്പെട്ട ബഹ്റൈനിലെ സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയ അഖിലുബൈത്തിന്റെ ശുദ്ധത നൽകി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനനും ആദരണീയനായ സയ്യിദ് ഫഖീർ നിങ്ങളവരുകൾ അൽഹംദുലില്ലാഹ് കേരളക്കരയിൽ അങ്ങോളം സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ വ്യക്തവും ശക്തവുമായ ഭാഷയിൽ നമ്മുടെ പ്രവർത്തകരുടെ മനോമുഖരങ്ങളിലേക്ക് പതിച്ചു വെച്ചു കൊടുക്കാൻ അള്ളാഹു കഴിവ് കൊടുത്ത പ്രഭാഷകനും മുദരീസും അറിയപ്പെട്ട പണ്ഡിതനും കൂടിയായ ബഹുമാനവും ആധുനികമായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഉസ്താദ് മുസ്തഫ അഷ്റഫ് ഉസ്താദ് അവരുകൾ അൽഹംദുലില്ലാഹ് ഇവിടെ ഇരിക്കുന്ന SKSSഫിന്റെയും ഇക്കായുടെയും പ്രിയപ്പെട്ട പ്രവർത്തകർ സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് ആവേശമുള്ള നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനായ ഉമർ ഫാറൂഖ് റബീ സാഹിബിനെ പോലെ ഈ സ്റ്റേജിലിരിക്കുന്ന മറ്റു പ്രിയപ്പെട്ട പണ്ഡിത പ്രമുഖരെ ഷിഫാൽ നസീർ ഹോസ്പിറ്റലിന്റെ പ്രിയ സഹോദരൻ കൂടിയായ ഹബീബ്, അതുപോലെ തന്നെ നമ്മുടെ ഈപ്പാസിലെ ബഹുമാനപ്പെട്ട ഹസൻ സാഹിബ്, പിന്നെ നമ്മുടെ ഗുവലിയിലെ ബഹുമാനും ആദിനും അബ്ദുറഹ്മാൻ സാഹിബ് തുടങ്ങി അൽഹംദുലില്ലാഹ് യമാമിൽ നിന്ന് വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, പിന്നെ ഇബ്രാഹിം മുഹമ്മദ് വന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അദ്ദേഹം ഉൾപ്പെടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ അഭിവേകാംക്ഷികളും പ്രവർത്തനങ്ങളുമായ സഹോദരങ്ങൾ, ഈ വേദിയിലിരിക്കുന്ന മറ്റു പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, അൻസാറൻകൾ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, ഈ സദസ്സിൽ വന്നു ചേർന്ന പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടുകൂടി മുഹറം 10 രാത്രിയിൽ ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മതന്മാരെ, സഹോദരി സഹോദരന്മാരെ, KMCCയുടെ പ്രവർത്തകരായ മംഗലം ഉൾപ്പെടെ അതിന്റെ പ്രവർത്തന രൂപയിൽ വളരെ ആവേശത്തോടുകൂടി കാരുണ്യ പ്രവർത്തനത്തിന്റെ പതാകവാഹകരായി സമർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട പ്രവർത്തകരെ 2 ദിവസം കൊണ്ട് എന്നോടൊപ്പം ഒരു നിഴലുപോലെ എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്ന ബഹുമാനം ആദരണീയമായ ഉമ്മി മുഹമ്മദ് ഹാജി ഉൾപ്പെടെ അബ്ദുൽ വാഹിദ് സാഹിബ് ഉൾപ്പെടെയുള്ള അൽഹംദുലില്ലാഹ് സമസ്തയെ നെഞ്ചോട് ചേർത്ത് വെച്ച പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അർഹമർ റഹീമായ പടച്ച തമ്പുരാൻ അല്ലാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന, അല്ലാഹു സ്നേഹിക്കുന്ന, അല്ലാഹു സ്വീകരിക്കുന്ന ഒരു മജ്ലിസാക്കി ഈ മജ്ലിസിനെ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ മനസ്സിലുള്ള രോഗങ്ങളും നമ്മുടെ ശരീരത്തിന്റെ രോഗങ്ങളുമെല്ലാം ഈ മഹനീയമായ വേദിയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. പ്രകാശമുള്ള വഴി കാണാനുള്ള കാഴ്ച അല്ലാഹു നമ്മുടെ കണ്ണിന് തരുമാറാകട്ടെ. സത്യം മനസ്സിലാക്കാനുള്ള കരുത്ത് അല്ലാഹു നമ്മുടെ ഖൽബിന് തരുമാറാകട്ടെ. ആദർശ വഴിയിൽ നടന്നു പോകാനുള്ള ത്രാണി നമ്മുടെ പാദങ്ങൾക്ക് അല്ലാഹു ഉറപ്പിച്ചു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതം സാക്ഷി പറയുന്നു എന്ന മനോഹരമായ വിഷയത്തിന്റെ ഒരു ഭാഗമാണ് നാം ഇന്നലെ ചർച്ച ചെയ്തത്. അല്ലാഹുവിന്റെ പരലോകത്ത് ഒരു മനുഷ്യന് ഭൗതിക ലോകത്ത് ജീവിക്കാൻ കൊടുത്ത ആയുസ് അനുകൂലമായും പ്രതികൂലമായും സാക്ഷി പറയുമ്പോൾ അനുകൂലമായി സാക്ഷി പറയുന്ന ഏറ്റവും സന്തോഷവാന്മാരായി അല്ലാഹുവിന്റെ കോടതിക്ക് മുന്നിൽ ഒരുമിച്ച് കൂടുന്ന ഭാഗ്യവാന്മാരെ സംബന്ധിച്ചാണ് നാം ഇന്നലെ ചർച്ച നൽകിയത്. ഇന്ന് അൽഹംദുലില്ലാഹ് ഹതഭാഗ്യരെ സംബന്ധിച്ച്, പരാജിതരെ സംബന്ധിച്ച്, അതിൽ പെടാതിരിക്കാനുള്ള മുന്നറിയിപ്പുകളെ സംബന്ധിച്ചൊക്കെ നമുക്ക് ചർച്ച നടത്തണം. അല്ലാഹു നമുക്ക് ഏറ്റവും നല്ല വിജയം തന്നെ അനുഗ്രഹിക്കട്ടെ. അവസാനം നിർത്തുമ്പോ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ
പരലോകത്ത് നന്മ തിന്മ തൂക്കുന്ന ത്രാസിൽ ഏറ്റവും അധികം ഭാരമുള്ള രണ്ട് വസ്തുക്കളുണ്ട്. ഏറ്റവും അധികം ഭാരമുള്ള രണ്ട് വസ്തുക്കൾ, ഒന്നൊരു ദിക്റാണ്, ഒന്നൊരു ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു വിശേഷണമാണ്. അത് രണ്ടും എന്ത് എന്ന് പറഞ്ഞു അത് മുഹറമിന്റെ സമ്മാനമായും ഈ പ്രോഗ്രാമിന്റെ സന്ദേശമായും ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഹദിയായും അതിനെ പറഞ്ഞ് ചർച്ച ചെയ്താണ് നാം ഇവിടെ നിന്ന് പിരിയുന്നത്. അള്ളാഹു അതിനുള്ള എല്ലാ തൗഫീഖും സൗഭാഗ്യങ്ങളും ചുരുങ്ങി പെരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങൾ, ബഹുമാനപ്പെട്ട അബൂ ഹാമിദിൽ ഇമാമുന ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു, ഗസ്സാലി ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ചരിത്രത്തിൽ ബഹുമാനപ്പെട്ട ഗസ്സാലി ഇമാം റളിയല്ലാഹു തആല അൻഹു തന്റെ ചിന്ത കൊണ്ട് വിരൽത്തുകൊണ്ട് സമർപ്പിച്ചു പോയതൊന്നും തീരെ ചെറുതായിരുന്നില്ല. ഗസ്സാലി ഇമാം റളിയല്ലാഹു തആല അൻഹു തന്റെ ഇഹ്യാ ഉലുമുദ്ദീൻ പോലെയുള്ള ഒരുപാട് കിതാബിന്റെ ഉള്ളറകളിലൂടെ മനുഷ്യന്റെ മനസ്സിനെ അല്ലാഹുവിന്റെ പരമോന്നതമായ നീതിപീഠത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ പ്രകാശപൂരിതമാക്കാൻ വേണ്ടി പരിശ്രമിക്കാൻ വേണ്ടി ആ മനുഷ്യരെ സജ്ജരാക്കാൻ തയ്യാറാക്കാൻ ആയിരക്കണക്കിന് നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കിതാബിന്റെ ഉള്ളറയിലൂടെ ഈ ലോകത്തിന് സമർപ്പിക്കുകയുണ്ടായി. ആ ബഹുമാനപ്പെട്ടവർ തന്റെ ഈഹയിൽ പറയുന്ന മനോഹരമായ ഒരു കുഞ്ഞു കഥയുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, മനസ്സുള്ളവർക്ക്, ചിന്തയുള്ളവർക്ക്, അല്ലാഹു പടച്ചതമ്പുരാൻ തന്നെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യ ബോധമുള്ളവർക്ക് ആ ഒരു കഥ കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മോശഫലങ്ങളെയും ഒഴിവായി അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ലോകത്തെ വിജയികളാകാൻ പരിശ്രമിക്കാൻ ആ ഒരു ചെറിയ സംഭവം മാത്രം മതിയാവുന്നതാണ്. ഗസ്സാലി ഇമാം റളിയല്ലാഹു എന്ന് പറയുന്നത് ഒരു ഐസ് കച്ചവടക്കാരന്റെ കഥയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളും ദിവസങ്ങളോളം കഷ്ടപ്പാടിലും പട്ടിണിയിലും പരിവട്ടത്തിലുമാകുമ്പോ ആ പ്രിയപ്പെട്ട കുടുംബത്തിലുള്ളവർ ആ കുടുംബനാഥനായ ഐസ് കച്ചവടക്കാരനായ കുടുംബനാഥനോട് പറയുന്നു, നിങ്ങൾ ഇന്നും കൂടി കച്ചവടത്തിന് പോയില്ല എങ്കിൽ എന്റെ വീട്ടിന്റെ അകത്ത് കിടന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളും നിങ്ങളുടെ ഭാര്യയായ ആ മക്കളുടെ ഉമ്മയായ ഞാനും ഈ കുടുംബത്തിനകത്ത് കിടന്ന് ദാരുണമായി മരണപ്പെടേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഇന്നെങ്കിലും ഈ കച്ചവടത്തിന് പോകണം. നിങ്ങളുടെ അസുഖവും നിങ്ങളുടെ വിഷമവും മറന്ന് കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ത്യാഗം ചെയ്യണമെന്ന് പറയുമ്പോ ആ പ്രിയപ്പെട്ട സഹോദരൻ ഒരു പെട്ടി നിറച്ച് ഐശ്വമായി കമ്പോളത്തിലേക്ക് കച്ചവടത്തിന് പോകുന്നത് ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അനുയായികൾക്ക് ശിഷ്യഗണങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. കമ്പോളത്തിലേക്ക് ആ പ്രിയപ്പെട്ട സഹോദരൻ കച്ചവടത്തിന് പോകുമ്പോ തന്റെ വീട്ടിനകത്തിരുന്ന ഭാര്യ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഈ ഐസ് അലിഞ്ഞ് തീരുന്നതിന് മുമ്പ് കച്ചവടം ചെയ്യണം. എവിടെയെങ്കിലും കൊണ്ടുവച്ച് അത് അലിഞ്ഞ് നശിച്ചു പോയാൽ പിന്നെ നിരാശയോടുകൂടി മടങ്ങേണ്ടി വരും. പിന്നെ ഇതുപോലെ കച്ചവടം ചെയ്യാൻ സാധനമില്ലാതെ വിഷമിക്കേണ്ടുന്ന ഒരു സാഹചര്യം വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് എപ്പോഴും അലിഞ്ഞു പോകാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്ന ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. ഇത് പറഞ്ഞിട്ടാണ് ഭാര്യ, ഇതൊരു മുന്നറിയിപ്പായി പറഞ്ഞിട്ടാണ് പ്രിയപ്പെട്ട ഭാര്യ ബഹുമാനപ്പെട്ട ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു ആ കച്ചവടക്കാരനെ കമ്പോളത്തിലേക്ക് പറഞ്ഞു വിടുന്നത്. അദ്ദേഹം കമ്പോളത്തിൽ ഐശ്വര്യത്തിൽ കൊണ്ടുവെക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, കമ്പോളത്തിന്റെ നാനാഭാഗത്ത് വളരെ നയനാനന്ദകരമായ കാഴ്ചകൾ ആ പ്രിയപ്പെട്ട സഹോദരൻ കാണുകയാണ്. തന്റെ കണ്ണുകൾ ഉടക്കി നിൽക്കുന്ന, തന്റെ മനസ്സ് പതിഞ്ഞിരിക്കുന്ന മനോഹരമായ കാഴ്ച കാണുമ്പോ ആ പ്രിയപ്പെട്ട സഹോദരനെ ഒന്ന് കുറച്ചു നേരം പോയി തന്റെ ശരീരം ആഗ്രഹിച്ചതുപോലെ, തന്റെ മനസ്സ് കൊതിച്ചതുപോലെ തന്റെ കണ്ണ് ആർത്തിയോടുകൂടി നോക്കുന്ന ആ രംഗത്തെ ഒന്ന് മിടിച്ചു നിൽക്കാൻ ആ പ്രിയപ്പെട്ട സഹോദരൻ ആഗ്രഹിച്ചു. കൊണ്ടുവന്ന ഐസ് മറന്നുപോയി. ആ ഐസ് കെട്ടുന്ന കരയിൽ വെച്ചിട്ട് ആ നയനാനന്ദകരമായ വർണ്ണശബളമായ കാഴ്ച കാണാൻ ആ പ്രിയപ്പെട്ട സഹോദരൻ പോയി നിൽക്കുകയാണ്. തന്റെ ശരീരത്തിന്റെ ആഗ്രഹം പോലെ, തന്റെ മനസ്സിന്റെ കൊതി പോലെ ആ കാഴ്ച മുഴുവനും പരിപൂർണമായി കണ്ടുകഴിഞ്ഞ് ആ സമയത്താണ് ആ സഹോദരൻ ഓർക്കുന്നത്, കാഴ്ചകൾ ഒഴിഞ്ഞു പോയപ്പോ, ആഘോഷങ്ങൾ അവസാനിച്ചു പോയപ്പോ, തോരണങ്ങൾ അടിച്ചിറക്കിയപ്പോ, നയനാനന്ദകരമായ വർണ്ണശബളമായ കാഴ്ചകൾക്ക് വിരാമമിട്ടപ്പോ ആ പ്രിയപ്പെട്ട സഹോദരൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു, പടച്ചവനെ, ഞാൻ ഐസ് കച്ചവടത്തിന് കമ്പോളത്തിൽ വന്നവനാണല്ലോ, ഞാൻ ഒരിക്കലും ഈ സന്തോഷകരമായ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കാൻ ബാധ്യസ്ഥനല്ല, എന്റെ കുടുംബത്തെ പോറ്റാൻ വന്നവനാണ്. ആ പ്രിയപ്പെട്ട സഹോദരൻ വളരെ സങ്കടത്തോടെ ഓടി വരുമ്പോ കച്ചവടത്തിന് വേണ്ടി കൊണ്ടുവന്ന ഐസ് മുഴുവനും അലിഞ്ഞെറിഞ്ഞ് വെള്ളമായി തീർന്നിരിക്കുകയാണ്. അതിന്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരയുന്ന രംഗം ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുമ്പോ ആ ബഹുമാനപ്പെട്ടവരുടെ സദസ്സിലിരിക്കുന്ന, ആ ദർസിലിരിക്കുന്ന മുഴുവൻ ശിഷ്യഗണങ്ങളും പൊട്ടിക്കരയാൻ തുടങ്ങി. എന്തുകൊണ്ട്? ബഹ്റൈനിന്റെ മനോഹരമായ സമസ്തയുടെ സ്വർഗീയ ആരാമത്തിന്റെ രാജസാഗരത്തിന് ഓമന പേരിട്ട് വിളിക്കുന്ന ഈ മനോഹരമായ നഗരിയിൽ ധരിച്ചുകൂടിയ നിങ്ങൾക്ക് അതിന്റെ ഗൗരവം ഓർത്തുകൊണ്ട് കണ്ണ് നനയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളറയിൽ
ലോകത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാകുന്നത് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഉസ്മാനി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വേണ്ടി ചെറിയ സംഭവം ഓർത്തുകൊണ്ട് ആ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങൾ പൊട്ടിക്കരയുമ്പോ ബഹുമാനപ്പെട്ട ഉസ്മാനി ഇമാം റളിയല്ലാഹു അൻഹു ഊന്നൽ കൊടുക്കുകയാണ്. ദുനിയാവാകുന്ന കമ്പോളത്തിൽ ആഖിറത്തിന്റെ കച്ചവട ലാഭത്തിന് വേണ്ടിയിട്ട് ആയുഷ് എന്ന് പറയുന്ന ആയുഷിനെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു വിട്ടവരാണ് എന്റെ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട്. ദുനിയാവാകുന്ന ഭൗതിക ലോകത്തിന്റെ കച്ചവടമാകുന്ന കമ്പോളത്തിൽ പരലോകത്തിന്റെ നേട്ടത്തിന് വേണ്ടിയിട്ട് ആയുഷ് എന്ന് പറയുന്ന ഐശ്വര്യത്തെ കച്ചവടത്തിന് വേണ്ടി തന്നവരാ ഞാൻ നിങ്ങളും. അതിനെ കച്ചവടം ചെയ്യാതെ, അതിനെ വേണ്ട വിധം ഉപയോഗപ്പെടുത്താതെ, അതിനെ കമ്പോളമാകുന്ന ദുനിയാവിന്റെ നടുമറ്റത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അതിന്റെ 4 ഭാഗത്ത് കാണുന്ന ആഡംബരവും ആനന്ദവും ആഹ്ലാദവും ആസ്വാദനവും മുഴുവനും അതിനെ മറന്നുകൊണ്ട് ആസ്വദിച്ചു തീർന്നിട്ട് ഇനിയെങ്കിലും എനിക്ക് ജീവിക്കണമല്ലോ എന്ന് കൊതിച്ചുകൊണ്ട് കച്ചവട സാധനമാകുന്ന ആയുഷിന്റെ അരിയിലേക്ക് ഓടി വരുമ്പോ 90-95 70-75 കഴിഞ്ഞ് ഒരു 2 റകഅത്ത് നിന്ന് വൃത്തിയോടെ നമസ്കരിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ വാർദ്ധക്യത്തിന്റെ പടിമുടിയിലേക്ക് നിന്റെ ജീവിതം എത്തിപ്പോകുന്നത് കൊണ്ട് മുതലെടുക്കുക, ഉപയോഗപ്പെടുത്തുക, ചിന്തിക്കുക എന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പ് ബഹുമാനപ്പെട്ട ഉസ്മാനി ഇമാം റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട ശിക്ഷകണങ്ങൾക്ക് കൊടുക്കുമ്പോ അല്ലയോ പ്രിയപ്പെട്ട മനുഷ്യരെ, നിങ്ങളുടെ ആയുഷ് എന്ന് പറയുന്നത് കച്ചവടത്തിന് കൊണ്ടുപോകുന്ന ഐശ്വര്യ പോലെയാണെന്ന് മഹാന്മാർ പറയുകയാണ്. ഐശ്വര്യത്തെ അലിഞ്ഞലിഞ്ഞ് വെള്ളമായി തീരുന്നത് പോലെ എന്റെ പ്രിയമുള്ളവരെ, മഹറിന്റെ പെരുവയിലൊക്കെ കടുപ്പത്തിന് ഇവിടെ കിടന്ന് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോ അലിഞ്ഞു തീരുന്ന ആയുഷിന്റെ ഗൗരവം തിരിച്ചറിയാതെ, ആയുഷിന്റെ മഹത്വം മനസ്സിലാക്കാതെ ജീവിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ പരലോകം. ഈ ഭൗതിക ലോകത്തെ അല്ലാഹുവിന്റെ കോടതിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് അവിടെ വിജയശ്രീലാളരാകാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഗൗരവമുള്ള വാക്കുകൾ, ദുനിയാവിനെ നിസ്സാരപ്പെടുത്തുന്ന വാക്കുകൾ സമർപ്പിക്കുമ്പോ എന്റെ മുമ്പിൽ നിന്ന് ശബ്ദം ധരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനേ, അല്ലാഹു വിഭാഗത്തെ പറഞ്ഞല്ലോ, ദുനിയാവിന്റെ 2 ഇരട്ടിയോളം വരുന്ന സമ്പത്ത് മുഴുവനും വിറ്റുപറക്കിയാലും കിട്ടാത്ത ഏറ്റവും വിലപിടിപ്പുള്ള മനോഹരമായ വസ്ത്രം ധരിച്ചു കൊണ്ടുവരുന്ന മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞല്ലോ. ആരംഭത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സ്വർഗത്തിന്റെ സുഖമാസ്വദിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മനോഹരമായ കുറിച്ച് പറഞ്ഞല്ലോ. അതിനുശേഷം അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാ, നമ്മുടെ ജീവിതം സാക്ഷി പറയുന്ന പരലോകമുണ്ടല്ലോ. നിന്റെ ശബ്ദം സാക്ഷിയാകുന്ന, നിന്റെ മൗനം സാക്ഷിയാകുന്ന, നിന്റെ ചലനം സാക്ഷിയാകുന്ന, നിന്റെ അടക്കം സാക്ഷിയാകുന്ന, നിന്റെ സമ്പത്ത് സാക്ഷിയാകുന്ന, നിന്റെ മക്കൾ സാക്ഷിയാകുന്ന, നിന്റെ ജീവിതത്തിന്റെ നീ ചലിച്ചു നടന്നുപോയ മണത്തരികൾ പോലെ സാക്ഷിയാകുന്ന അല്ലാഹുവിന്റെ കോടതിയില് ആരംഭ റസൂൽ പറയുകയാണ്, അല്ലാഹു പടച്ചതമ്പുരാൻ എന്നോട് പറഞ്ഞു തന്നതാണ്, ഇന്നലെ അബുദം നിബാവി യാ റസൂലല്ലാഹ്, എനിക്ക് കുറച്ച് അടിമകളുണ്ട് നബിയേ, എനിക്ക് കുറച്ച് അടിമകളുണ്ട് നബിയേ, അവരെന്നെ ഇഷ്ടപ്പെടുന്ന നബിയേ, ഞാൻ അവരെ ഇഷ്ടപ്പെടുന്ന നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറയുകയാണ്, എനിക്ക് കുറച്ച് അടിമകളുണ്ട് റസൂലേ, അവരെന്നെ ഇഷ്ടപ്പെടുകയാണ്, ഞാൻ അവരെയും ഇഷ്ടപ്പെടുകയാണ്, അവരെന്നെ ആഗ്രഹിക്കുകയാണ്, എന്നെ കാണാൻ ആഗ്രഹിക്കുകയാണ്, എനിക്ക് സുജൂദ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, എന്നെ കരമുയർത്തി ദുആ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഞാനും അവരെ കാണാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പടച്ചവൻ തരാൻ പറയുന്ന നബിയേ, പറഞ്ഞു കൊടുക്കണം നബിയേ, എനിക്ക് ചില അടിമകളുണ്ട്, അവരെന്നെ കാണാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും ഞാൻ അവരെ കാണാൻ ആഗ്രഹിക്കുന്ന നബിയേ, അവരെന്നെ കൊതിക്കുന്നത് പോലെ ഞാൻ അവരെയും കൊതിക്കുന്ന നബിയേ. അവരെന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അമ്പുറിയിലെയും ഞാനും അവരെ നോക്കിക്കൊണ്ടിരിക്കുന്ന നബിയെ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുമ്പോ സഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്, അവരുടെ അടയാളം എന്താ നബിയേ, അവരുടെ അടയാളം എന്താ നബിയേ? അല്ലാഹുവിന്റെ കോടതിയിൽ ആ
പടച്ചതമ്പുരാനെ കാണാൻ ആഗ്രഹിക്കുമ്പോ ഞാനും അവരാഗ്രഹിക്കുന്നു എന്ന് അല്ലാഹു പടച്ചതമ്പുരാൻ പറയുന്ന, പടച്ചതമ്പുരാൻ നിങ്ങളെ കാണാൻ കൊതിക്കുന്ന, നിങ്ങൾക്ക് സമ്മാനം തരാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് പരലോകത്തെ ഏറ്റവും വലിയ സ്ഥാനം തരാൻ കൊതിക്കുന്ന ഒരു വിഭാഗം അടിമകളുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ സഹാബികൾ ചോദിക്കുന്നു, സമാനാമത്തും യാ റസൂലല്ലാഹ്, അവരുടെ അടയാളം എന്താ റസൂലേ, അവരുടെ അടയാളം എന്താ നബിയേ? എന്റെ ബഹ്റൈനിന്റെ മനോഹരമായ സമസ്തയുടെ സാന്ത്വന തീരത്ത് മനസ്സിന്റെ നമ്പരങ്ങൾ വിഷമത്തിന്റെ ഭാണ്ഡക്കെട്ടുകളെ ഇറക്കി വെച്ചുകൊണ്ട് ആവാസ്യമായ അനുഭൂതി ആസ്വദിച്ച് മടങ്ങിപ്പോകാം. എല്ലാ തിരക്കും സന്തോഷവും മറന്ന് ധരിച്ചുകൂടിയ ആയിരക്കണക്കാരെ പ്രവാസ സഹോദരങ്ങളോട് പറയട്ടെ, ആഗ്രഹമുണ്ടോ പ്രിയപ്പെട്ടവരെ? അല്ലാഹു ഇങ്ങോട്ട് സമ്മാനം പരാഗമിക്കുന്ന അടിമകളാകാൻ ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ കോടതിയിൽ പോയി പൊട്ടിക്കരന്നുകൊണ്ട് കൈനീട്ടുന്നവരെ കുറിച്ച് പറയുന്നതല്ല, അല്ലാഹുവിന്റെ പരലോകത്ത് പോയി അല്ലാഹുവേ രക്ഷപ്പെടുത്തണമെന്ന് യാതനയോടെ വേദനയോടെ കൈനീട്ടി യാചിക്കുന്ന പ്രാർത്ഥിക്കുന്ന താണ് കേണപേക്ഷിക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് പറയുന്നതല്ല. മറിച്ച് നിങ്ങളവിടെ ചെല്ലേണ്ട താമസമല്ല, അല്ലാഹു തന്നെ സമ്മാനക്കുറികളുമായി നിങ്ങൾ അങ്ങിലേക്ക് വരികയാണ്. നിങ്ങൾ പടച്ചവനെ കാണാൻ ആഗ്രഹിക്കുന്നതിനപ്പുറം ആകാശത്തിന്റെ ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ മാമരങ്ങളുടെ മറുമരങ്ങളുടെ മരച്ചില്ലകളുടെ മണൽത്തരികളുടെ മണൽപ്പരപ്പുകളുടെ സർവ്വതിന്റെയും ശക്തിശരി സംഹാരകർത്താവായ പടച്ചതമ്പുരാന് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നില്ലേ? അതിനേക്കാൾ ആവേശത്തോടെ നിങ്ങൾ അല്ലാഹു കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ വിഭാഗത്തിന്റെ അടയാളം ഞാൻ പറഞ്ഞാൽ, പ്രവാസ ലോകത്തിന്റെ സങ്കടങ്ങൾക്ക് പുറത്ത്, തന്റെ കുടുംബത്തിന്റെ ചിന്തകൾക്ക് പുറത്ത്, ജീവിതത്തിൽ സമ്പത്തുണ്ടാക്കണമെന്ന ആഗ്രഹത്തിന് പുറത്ത്, ജീവിതത്തിന്റെ രണ്ടരമുട്ടിക്കണമെന്ന ചിന്തയ്ക്ക് പുറത്ത് ജീവിതത്തിൽ കൊണ്ടുവരുമെന്ന് ഉറപ്പിക്കാം. ഈ മനോഹരമായ പഠിച്ചുകൂടിയ എത്ര സഹോദരങ്ങൾക്ക് ആ പ്രിയപ്പെട്ടവരെ കഴിയുന്നത്? പരിശ്രമിക്കണം യുവാക്കളെ, പരിശ്രമിക്കണം ഉമ്മമാരെ. ദുനിയാവ് ശാശ്വതമല്ല, ശാശ്വതം അല്ലാഹുവിന്റെ ലോകമാണ്, പരലോകമാണ്, ആഖിറമാണ്. അവിടെ ഈ പരമോന്നതമായ പദവിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു അടയാളം അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാ. പഠിച്ചോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, പഠിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിന്റെ റൂമിലെല്ലാവരും കിടന്നിറങ്ങുമ്പോ, നിന്റെ വീട്ടിലെല്ലാവരും കിടന്നിറങ്ങുമ്പോ, നിന്റെ കുടുംബത്തിലെല്ലാവരും കിടന്നിറങ്ങുമ്പോ, നിന്റെ നാട് പോലും ഉറങ്ങി കിടക്കുമ്പോ, നിന്റെ നാട്ടിലെ പടകൾ ഉറങ്ങി കിടക്കുമ്പോ, നിന്റെ നാട്ടിലെ അല്ലാഹുവിന്റെ പ്രപഞ്ചം മുഴുവനും ഉറങ്ങിക്കിടക്കുമ്പോ ഉറക്കത്തിന്റെ സുഖം മറന്നുകൊണ്ട് കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേൽക്കുന്ന ഒരു മനുഷ്യനാ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉറക്കത്തിന്റെ പരമോന്നതമായ സുഖം മറന്നിട്ട് ചാടി എഴുന്നേൽക്കുന്ന മനുഷ്യനാണ്. കോച്ചുന്ന തണുപ്പാകട്ടെ ചൂടാകട്ടെ ഒന്നുകൊടുത്തു കൊണ്ടുവന്ന് മുസല്ലാതിരിക്കുകയാണ്. ഭാര്യ കിടന്നിറങ്ങുന്നു, മക്കള് കിടന്നിറങ്ങുന്നു, കുടുംബം കിടന്നിറങ്ങുന്നു, റൂമിലുള്ള ബാക്കിയുള്ളവരൊക്കെ കിടന്നിറങ്ങുകയാണ്. എന്റെ ബഹ്റൈനിലെ പ്രിയപ്പെട്ട പ്രവാസികളായ സഹോദരങ്ങളെ, നിന്റെ റൂമിന്റെ അകത്ത് എല്ലാവരും കിടന്നിറങ്ങുകയാണ്. നീ മാത്രം ഉണരുകയാണ്, നീ മാത്രം ഉണരുകയാണ്. ഒരു മുസല്ല വിരിച്ചിട്ട് രണ്ടരക്കേപ്പ് നമസ്കരിക്കുകയാണ്. എന്നിട്ട് നമസ്കാരം കഴിഞ്ഞ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് കരമുയർത്തുകയാണ്. അല്ലാഹുവേ, എന്റെ രഹസ്യമായ ഇബാദത്താണ് തമ്പുരാനെ. എന്റെ ഭാര്യ അറിയാത്ത, എന്റെ മക്കളറിയാത്ത, എന്റെ കൂട്ടുകാരറിയാത്ത, എന്റെ സുഹൃത്തുക്കളറിയാത്ത രഹസ്യമായ ഇബാദത്താണ് അല്ലാഹ്. നീ സ്വീകരിക്കണേ പടച്ചവന്, നീ സ്വീകരിക്കണേ തമ്പുരാന്. എനിക്ക് ആരോഗ്യം തന്നതിന് പകരമായി, ആഫിയത്ത് തന്നതിന് പകരമായി, സൗഭാഗ്യം തന്നതിന് പകരമായി, മക്കളെ തന്നതിന് പകരമായി, വീട് തന്നതിന് പകരമായി, കുടുംബത്തെ തന്നതിന് പകരമായി പടച്ചവനെ, ദുനിയാവിൽ മക്കളില്ലാത്ത എത്രയോ ആളുകളുണ്ടല്ല, പട്ടിണി കിടക്കുന്ന എത്രയോ ആളുകളുണ്ടല്ല. തോന്നിയിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരാണ്? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സിനെങ്ങനെ ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? ഇന്നലെ ഇവിടുന്ന് ഞാൻ പ്രസംഗം കഴിഞ്ഞിറങ്ങുമ്പോ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ വന്ന്, ഒരുപാട് ആളുകൾ വന്ന് മുസാഫഹത്ത് ചെയ്യുന്നതിന്റെ കൂടെ ഒരു സാധുവാര ചെറുപ്പക്കാരൻ വന്ന് ചെവിയിൽ പറഞ്ഞു, സാറേ ജോലിയില്ല, എന്റെ ഉമ്മാക്ക് എന്റെ ഉപ്പാക്കും കാശ്